ഇതാണ് KSRTCയുടെ പുതിയ ഡബിൾ ഡെക്കർ ബസ്. ഇതോടെ മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ്സുകളുടെ എണ്ണം 2 KSRTCയുടെ ഏറ്റവും ലാഭകരമായ ഒരു സർവീസായി മൂന്നാറിലെ റോയൽ വ്യൂ യാത്ര മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡബിൾ ഡെക്കർ മൂന്നാറിലേക്ക് മല കയറിയെത്തുമ്പോൾ പല ആശങ്കകളും ഉണ്ടായിരുന്നു. ഇരുനില ബസ് സുരക്ഷിതമായി ഇവിടെ സർവീസ് നടത്താൻ കഴിയുമോ എന്നതായിരുന്നു ആദ്യത്തേത്. വിനോദസഞ്ചാരികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നും ഭയപ്പെട്ടിരുന്നു. ഇതെല്ലാം അസ്ഥാനത്താണെന്ന് KSRTC കഴിഞ്ഞ 10 മാസം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. പ്രതിദിനം 40,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ബസിന്റെ കളക്ഷൻ. പല ദിവസങ്ങളിലും വിനോദസഞ്ചാരികൾക്ക് സീറ്റ് കിട്ടാതെ നിരാശരായി മടങ്ങേണ്ടി വന്നു. ഇത് പരിഹരിക്കുന്നതിനാണ് രണ്ടാമതൊരു ബസ് കൂടി KSRTC മൂന്നാറിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയ കാലം മുതൽ നാളിതുവരെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല എൻക്വയറി ഉണ്ട്, അതുപോലെ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ തന്നെ ആളുകൾ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ വിദേശികളായ 2 പേര് ഇട്ടുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള സമീപനമാണ് നമ്മുടെ ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ 2 ബസ്സാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 ട്രിപ്പാണ് ഈ 2 ബസ്സും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ 2 ബസ്സിൻ്റെ ഏകദേശ കളക്ഷൻ പറയുകയാണെങ്കിൽ 50 രൂപ മേലോട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ റോയൽ വ്യൂ യാത്ര ഇടം പിടിച്ചിരിക്കുന്നു. நல்ல என்டர்டைன்மெண்ட் உண்டு இவட டபுள் டக்கர். இந்தியாவிலே வந்துட்டு இந்த டூரிஸ்ட் பிளேஸில் இப்போ தான் ஃபஸ்ட் டைம் வந்துட்டு இந்த மாதிரி ஒரு பஸ் விட்ருக்காங்க. நல்ல ஒரு என்ஜாய்மெண்ட் உண்டு இதில். என்னோடய ஒப்பீனியன் எல்லாரும் லைஃப்பில் ஒன் டைம் இதில் வந்து நீங்கள் வந்து ஃபுல்லாக எல்லாம் பார்க்கணும். இதெல்லாம் ലൈഫിലെ വൺ ടൈം ഓപ്പർച്യൂണിറ്റി. എപ്പോഴും നോക്കുമ്പോൾ ഇതിന് സീറ്റ് അവൈലബിൾ ആയിരിക്കത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അവൈലബിൾ ആയിരുന്നു, ബുക്ക് ചെയ്തു, ഇന്ന് രാവിലെ വന്നു. ഞാൻ ഫാമിലി പിള്ളേരുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ഇവിടെ, അപ്പോൾ മൂന്നാറ് കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. KSRTC സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാലം. ആനവണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം സർവീസുകൾ അതിനുതകുമെന്ന് പ്രതീക്ഷിക്കാം. മൂന്നാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.